ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ശ്രീ ഡൊമിനിക് പ്രസൻറ്റേഷൻ. കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ അനിശ്ചിതനായ നേതാവ്. 3 തവണ MLA ആയിരുന്നു, 1 പ്രാവശ്യം മന്ത്രിയായിരുന്നു. ഇന്ന് ജനകീയം പോകുന്നത് അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളിലേക്കാണ്. നമസ്കാരം. നമസ്കാരം. 1969 KSUവിലൂടെ KSUവിൻ്റെ കൊച്ചി സിറ്റി കമ്മിറ്റി സെക്രട്ടറി, അതിനുശേഷം സെൻറ്റ് ആൽബർട്ട്സ് കോളേജിൽ യൂണിയൻ ചെയർമാൻ. അവിടെ നിന്ന് ആരംഭിക്കുന്നു ശ്രീ ഡൊമിനിക് പ്രസൻറ്റേഷൻ എന്ന വ്യക്തിത്വത്തിൻ്റെ പൊതുജീവിതത്തിൻ്റെ ഒരു ധാര. എങ്ങനെ നോക്കിക്കാണുന്നു അതിന്? അതിന് മുമ്പൊരു ചരിത്രമുണ്ട്. അതായത് സെൻറ്റ് ആൽബർട്ട്സിൽ BSc ചേർന്നപ്പോഴാണ് ഉമ്മൻചാണ്ടി KSUവിൻ്റെ പ്രസിഡൻ്റാകുന്നത്. അപ്പോൾ അന്നാണ് മുരളി സമരം. അപ്പോൾ അന്ന് ആൽബർട്ട്സിൽ KSU യൂണിറ്റ് ഇല്ല. അപ്പോൾ ഞങ്ങൾ ആ മുരളി സമരത്തിൽ ആക്റ്റീവായിട്ട് പങ്കെടുത്തു. അതിലൊരാളാണ് നമ്മുടെ ഈയിടെ അന്തരിച്ചു പോയ പ്രസന്നകുമാർ. അതിന് ശേഷമാണ് ഞങ്ങളവിടെ ഒരു KSU യൂണിറ്റ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് വടക്കര MLA ആയിരുന്ന ശ്രീ ചന്ദ്രശേഖരാണ് പ്രസിഡന്റ് സെക്രട്ടറി. പിന്നീടാണ് ഞാനവിടെ കോളേജ് ചെയർമാനാകുന്നതും പിന്നീട് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് വരുന്നത്. അപ്പോൾ അന്ന് തൊട്ട്, പക്ഷെ അന്ന് ഉമ്മൻചാണ്ടിയോടൊപ്പം അതിനേക്കാളും പരിചയമുള്ള ഒരാളുണ്ട്, വയലാർ രവി. പക്ഷെ വയലാർ രവിയുടെ അമ്മ ദേവി ചേച്ചി 1960 മാരാരിക്കുളം സ്ഥാനാർത്ഥിയാണ് കോൺഗ്രസിൻ്റെ. അപ്പോൾ ശരിക്കും എൻ്റെ ഒറിജിൻ മാരാരിക്കുളം പഞ്ചായത്തിലെ കാട്ടൂരാണ്. ഞാൻ 61 പഠിക്കാൻ വേണ്ടി ഇങ്ങോട്ട് പോകുന്നത്. ഫാദർ പഞ്ചായത്ത് മെമ്പറൊക്കെ ആയിരുന്നു. അപ്പോൾ അന്ന് വയലാജി അന്ന് തൊട്ട് അദ്ദേഹത്തെ അറിയാം. പിന്നെ AK പരിചയപ്പെട്ടു, പിന്നെ ഉമ്മൻചാണ്ടിയെ പരിചയപ്പെട്ടു. അതാണ് എൻ്റെ പൊളിറ്റിക്സിലേക്കുള്ള ഒരു വരവിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട എന്നെ സ്വാധീനിച്ച വ്യക്തികളാണ് ഇവരൊക്കെ. രാഷ്ട്രീയത്തിൽ ചില മൂല്യങ്ങൾ കാത്തുകൊണ്ട് മുൻപോട്ട് പോകണം എന്ന് പഠിപ്പിച്ചവരാണ് ഇവരൊക്കെ. ഓക്കെ, 3 തവണ MLA ആയിരുന്നു. 1 പ്രാവശ്യം എറണാകുളത്ത് നിന്ന് ജയിച്ചു, 3 പ്രാവശ്യം പള്ളിയത്ത് ജയിച്ചു. 91, 96, 2001. പിന്നെ 2009 എറണാകുളം ബൈ ഇലക്ഷൻ ജയിച്ചു. പിന്നീട് 5ാമത് ഞാൻ ജയിക്കുന്നത് കൊച്ചിയിൽ നിന്നാണ്. കൊച്ചി MLA ആയിരുന്നു. അപ്പോൾ ഫലത്തിൽ 4 ഫുൾ ടൈമും 1 ബൈ ഇലക്ഷൻ ഞാൻ ജയിച്ചിട്ടുണ്ട്. 5 പ്രാവശ്യം MLA ആയിരുന്നു. അതിലൊരു തവണ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ ഫിഷറീസ് വകുപ്പ് വന്നു. അതെ. ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റ് അത്രയേറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്ന ഒരു കാലഘട്ടം ആയിരുന്നില്ല അന്ന്. ഒട്ടേറെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും അന്ന് മത്സ്യത്തൊഴിലാളി മേഖല അനുഭവിക്കുന്നൊരു കാലഘട്ടമായിരുന്നു. അന്നാണ് അങ്ങ് മന്ത്രിയായിട്ട് വരികയും ഒട്ടേറെ നല്ല പ്രവർത്തനങ്ങൾ, പുരോഗമനപരമായ പ്രവർത്തനങ്ങൾ മത്സ്യത്തൊഴിലാളികൾക്ക് കൂടി ഒട്ടേറെ ക്ഷേമ പദ്ധതികളൊക്കെ ആവിഷ്കരിച്ച് നടപ്പിലാക്കി. ആ കാലഘട്ടത്തെക്കുറിച്ച് മന്ത്രിയായിരുന്നൊരു കാലഘട്ടം എങ്ങനെ ഓർക്കുന്നു? മന്ത്രിയാകുന്ന സെപ്റ്റംബറിലാണ്. ഡിസംബർ 26-ാം തീയതി സുനാമി വന്നുപോയിട്ട്. പിന്നീടുള്ള ദിവസം ശരിക്കും പറഞ്ഞാൽ ഗവൺമെൻറ്റിനും വ്യക്തിപരമായി എനിക്കൊക്കെ വല്ലാത്ത ബുദ്ധിമുട്ട്. അന്നറിയോ, 2-3 പഞ്ചായത്ത് തകർന്നുപോയി. എറണാകുളം ജില്ലയിൽ എടവനക്കാട് പ്രശ്നമുണ്ടായി, ചെല്ലാനത്ത് ഇത് കയറി, ഇവിടെ ആൾ മരിച്ചില്ലെങ്കിലും അന്ധകാരനഴി. അപ്പോൾ ഫിഷർമെൻ ബെൽറ്റ് ആകെ തകർന്നിരിക്കുകയാണ്. അപ്പോൾ അവരെ സഹായിക്കാൻ എങ്ങനെ കഴിയും എന്നതിനെക്കുറിച്ചാണ് ആലോചന. അല്ല, എനിക്കുള്ള ഒരു സന്തോഷമുള്ളത്, ഈ 2004 ഡിസംബറിൽ സുനാമി ഉണ്ടായതിന് ശേഷം 2005 ജൂലൈ മാസത്തിൽ എടവനക്കാട് നമ്മൾ വീട് വെച്ച് കൊടുത്തു. നമ്മുടെ KG അബ്രഹാം എന്ന് പറയുന്ന നമ്മുടെ ഈ മറ്റേ ഹോട്ടലിൻ്റെ ഉടമസ്ഥൻ, അദ്ദേഹം കുവൈറ്റിലുള്ള, അദ്ദേഹത്തെ വിളിച്ചു വരുത്തി. അദ്ദേഹമാണ് 26 വീട് പണിത് കൊടുത്തു എടവനക്കാട്. ഇന്നും അതവിടെ നിൽപ്പുണ്ട് ആ വീട്. അദ്ദേഹത്തിന് അറിയാൻ കഴിയും, എടവനക്കാട് അണിയങ്കടപ്പുറത്താണ്. അപ്പോൾ അങ്ങനെ തുടങ്ങിയ റീഹാബിലിറ്റേഷനാണ്. മാത്രമല്ല എനിക്ക് തോന്നുന്നു ആ കാലഘട്ടത്തിൽ ഏറ്റവും അധികം വീട് വെച്ച് കൊടുക്കാൻ മുൻകൈ എടുത്തത് നമ്മളാണ്. അതുമാത്രമല്ല, ഈ കേന്ദ്ര ഗവൺമെൻറ്റിലേക്ക് അന്നൊരു വലിയ സ്കീം ഉണ്ടാക്കി കൊടുത്താണ്, പ്രോജക്റ്റ്. അത് 1340 കോടി രൂപ 2006 ഫെബ്രുവരിയിൽ അലോട്ട് ചെയ്ത് വന്നു. പിന്നെ ഗവൺമെൻറ് മാറി. പിന്നെ നടപ്പാക്കിയത് മുഴുവൻ ശർമ്മയും BSൻ്റെ ഗവൺമെൻറ്റാണ്. ആ സുനാമി ഫണ്ട് വക മാറ്റി ചെലവഴിച്ചു എന്ന തരത്തിലൊരു വലിയ ആക്ഷേപങ്ങളൊക്കെ അന്ന് ഉയർന്നു വന്നിരുന്നു. അതിനകത്ത് എന്തെങ്കിലും അതെന്താ കാര്യം എന്നറിയോ? അത് പറയാൻ കാരണം, ഈ CM റിലീഫ് ഫണ്ടുണ്ട്, അതിലേക്കാണ് ഏത് ഫണ്ടും വരുന്നത്. ഇപ്പോൾ ഇങ്ങനെ തന്നെ വരുന്നത്. അപ്പോൾ അത് ചീഫ് മിനിസ്റ്ററാണ് അത് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ CM റിലീഫിലേക്ക് വരുന്ന ഫണ്ട് എന്ന് പറയുമ്പോഴേക്കും രോഗികൾക്ക് കൊടുക്കും, അല്ലെങ്കിൽ പുറത്തുള്ള ആര് വന്നാലും കൊടുക്കും. അങ്ങനെ കുറേ അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ എത്രയോ ഇരട്ടി അദ്ദേഹം വേറെ ഇതിൽ ചെയ്തിട്ടുണ്ട്. ഈ സുനാമി ഫണ്ട് എന്നൊരു പ്രത്യേക CM ഫണ്ട് ഉണ്ടായിരുന്നു, ഇപ്പോഴും ഇല്ല. 90% പൈസ ചിലവാക്കിയിട്ടുള്ള സുനാമി ബന്ധപ്പെട്ട കാര്യമാണ്. പക്ഷേ കുറച്ച് പണം അല്ലാതെ വേറെ വരുമല്ലോ, ആ പണമാണ് പുറത്തുള്ളവർക്ക് വല്ല ഹൃദയ ശസ്ത്രക്രിയ കൊടുത്തിട്ടുണ്ട്, അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അത് വെച്ചാണ് ഇവർ ആവശ്യമില്ലാതെ പ്രശ്നങ്ങളുണ്ടാക്കിയത്. ഈ 5 പ്രാവശ്യം MLA ആയിരുന്നിട്ടും ഒരു പ്രാവശ്യമാണ്, ഒരു തവണയാണ് മന്ത്രിയാകാൻ സാധിച്ചത്.
അതെന്തുകൊണ്ടാണ് സി എ കെ ആന്റണിയുടെ വളരെ വിശ്വസ്തനായ ഒരു വ്യക്തി എന്ന നിലയിൽ മന്ത്രിമാർ ആകുക എന്നുള്ളത് ഞാൻ പറയുക സാധാരണ ചിലപ്പോൾ നിയോഗം എന്ന് പറയും, ചിലപ്പോൾ ദൈവാധീനം എന്ന് പറയും, അങ്ങനെയൊക്കെയായിട്ട് പറയുന്നത്. പലർക്കും വേണ്ടി വഴി മാറി കൊടുക്കേണ്ടി വന്നിട്ടുണ്ടോ എന്ന് പറയാൻ കഴിയില്ല. ഈ കോൺഗ്രസിൻ്റെ ചില ഇക്വേഷൻസ് പ്രശ്നമുണ്ടല്ലോ. ഇപ്പോൾ കെ വി തോമസ് മാഷ് മന്ത്രിയായതിനു ശേഷമാണ് ഞാൻ വരുന്നത്. അന്ന് മാഷ് മാറ്റി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് എന്നെ സെലക്ട് ചെയ്യാൻ കഴിയില്ലായിരുന്നു. പക്ഷേ പിന്നീട് 2011 വന്നപ്പോഴേക്കുള്ള ബുദ്ധിമുട്ട് 72 പേരേ ഉള്ളൂ. ഈ 72 പേര് വരുമ്പോഴേക്കുള്ള ഒത്തിരി എന്നേക്കാൾ സീനിയറായിട്ടുള്ള കെ സി ജോസഫുണ്ട്. അപ്പോൾ അന്ന് എനിക്കറിയാതെ ഞാൻ എന്നെ സൂചിപ്പിച്ചു ഇങ്ങനെ തന്നെ. മാത്രമല്ല കെ സി ജോസഫ് കെ വി തോമസ് ഒത്തിരി സീനിയറായിരുന്നു. എന്നിട്ട് പോലും ലീഡറുടെ ഒരു വാശി കൊണ്ടാണ് തോമസ് മാഷ് മന്ത്രിയായത്. അപ്പോൾ മാഷ മാറ്റുമ്പോഴേക്കും ആ ഒരു ഇക്വേഷൻ എന്നെ ആക്കി. അപ്പോൾ സ്വാഭാവികം 2011 ഇപ്പോൾ ഒരു 80 പേരുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാനും ആയനെ വന്നു. അപ്പോൾ അന്ന് ആ നമ്പറിൻ്റെയൊക്കെ പ്രശ്നം കൊണ്ടും എന്നേക്കാൾ സീനിയറായ ഒരാൾ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടി ഉമ്മൻചാണ്ടി ചെയ്തതാണ്. അപ്പോൾ എനിക്കത് മനസ്സിലാവുന്ന ആളല്ലേ. അല്ല നമുക്കൊരു രാഷ്ട്രീയത്തിൽ നിൽക്കുമ്പോഴും ഈ അത്യാഗ്രഹം പാടില്ലല്ലോ. രാഷ്ട്രീയക്കാർക്ക് പൊതുവേ ധാരാളം പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. പക്ഷേ നമ്മൾ ഓരോ ദിവസവും സംഘടനാപരമായാലും മറ്റ് പബ്ലിക്കിൻ്റെ ഇടയിൽ നിന്നായാലും നമ്മൾ നേരിടുന്ന ഒട്ടേറെ പ്രതിസന്ധികളുണ്ട്. അതിനോടൊപ്പം നമ്മുടെ കുടുംബം പലപ്പോഴും മുഴുവൻ സമയ രാഷ്ട്രീയക്കാരുടെ കുടുംബത്തിന് ഒരവസരത്തിൽ കിട്ടാറില്ല. അവരുടെ പരിഭവങ്ങളും പരാതികളും അങ്ങനെയൊക്കെ മനസ്സിനെ വേദനിപ്പിച്ച ഏതെങ്കിലും സാഹചര്യങ്ങളുണ്ടായിട്ടുണ്ടോ? എനിക്കങ്ങനെ കുറവാണ്. എൻ്റെ ഭാര്യ ഡോക്ടറായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരവരുടെ പ്രൊഫഷൻ മുന്നോട്ട് പോകുമ്പോഴേക്കും എനിക്ക് കുറേ റിലീഫ് ഉണ്ടായിരുന്നു. മാത്രമല്ല വീട്ടുകാരും മുഴുവൻ അവർ നോക്കുമായിരുന്നു. എനിക്ക് ഒരു മോളേ ഉള്ളൂ. അപ്പോൾ അവളുടെ വിദ്യാഭ്യാസം കുടുംബകാര്യം വൈഫ് നോക്കുന്നതുകൊണ്ട് എനിക്കവിടെ വലിയ ഒരു സ്ട്രെയിൻ വന്നിട്ടില്ല. അതുപോലെ അനുഗ്രഹമായിരുന്നു എനിക്ക്. വെച്ചാൽ എൻ്റെ ഫാദറിനും മദറിനെയൊക്കെ നോക്കുന്ന പുള്ളിക്കാരി തന്നെയായിരുന്നു, എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ മറ്റ് രാഷ്ട്രീയക്കാർക്ക് ഉണ്ടാകാവുന്ന ഈ കുടുംബത്തിലെ ഒരു പ്രഷർ എനിക്കാരും ഉണ്ടാകാഞ്ഞത് എൻ്റെ കുടുംബത്തിൽ മിക്കവാറും സെറ്റിൽഡായിരുന്നു. അതുകൊണ്ടാണ് മന്ത്രിയായിരുന്നപ്പോഴും MLA ആയിരുന്നപ്പോഴും ഒക്കെ ഒരു അഴിമതി ആരോപണത്തിൽ നിന്നും എക്കാലവും മാറി സഞ്ചരിച്ചിട്ടുണ്ട്. അങ്ങയുടെ പേരിലൊരു അഴിമതി ആരോപണമോ ഒരു അധിക്ഷേപമോ കേൾക്കാനിടയുണ്ടായിട്ടില്ല. അത്ര സൂക്ഷ്മതയോടുകൂടിയാണോ രാഷ്ട്രീയത്തെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്? ഞാൻ പറഞ്ഞത് എനിക്കെന്നും എൻ്റെ മനസ്സിൽ ഒരു കാര്യം ഉണ്ടായിരുന്നുള്ളൂ. അതായത് രാഷ്ട്രീയത്തിൽ വരുന്നത് ധനമുണ്ടാക്കാൻ വേണ്ടിയല്ല എന്നൊരു ഇത് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് അതാണ്. ഏക്കർ കണക്കിന് ഭൂമി ഉണ്ടായിരുന്ന എൻ്റെ പിതാവിന് 970 17 പേർക്ക് 10 സെൻറ്റ് കൊടുത്ത ആളാണ്. ഞങ്ങളുടെ നാട്ടിലെ സ്കൂളിലും കോൺവെൻറ്റായിട്ട് 1.5 ഏക്കറാണ് കൊടുത്തത്. എൻ്റെ മദറിൻ്റെ ഹൗസ് അന്താരാഷ്ട്ര ആ കാണുന്ന പള്ളിയും 7 ഏക്കറും അദ്ദേഹം കൊടുത്താണ്. അപ്പോൾ ഞങ്ങൾക്ക് ഒത്തിരിയേറെ ഭൂമി ഉള്ള കുടുംബത്തിൽ പിറന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വലിയ സമ്പത്ത് ഉണ്ടാക്കണമെന്ന് വിചാരം ഒരിക്കലും ഉണ്ടായിരുന്നില്ല. എന്ന് മാത്രമല്ല, ഞാൻ പറഞ്ഞല്ലോ എന്നെ സ്വാധീനിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തി AK തന്നെയാണ്. അത് ഉമ്മൻചാണ്ടിയാണ്. എല്ലാവരും. അപ്പോൾ അവരുടെയൊക്കെ ഒരു സ്വാധീനം എന്ന് പറയുന്നത് ഇപ്പോൾ ആൻ്റണി ക്ലീനായിട്ട് തന്നെ പൊളിറ്റിക്സ് നിൽക്കണം, നമ്മൾ അനാവശ്യമായി ചീത്തപ്പേരുണ്ടാക്കരുത് എന്നുള്ള ചിന്ത എന്നിൽ ഉണ്ടാക്കിയെടുത്ത് ഇവരൊക്കെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് എൻ്റെ മനസ്സിൽ എപ്പോഴും അത് ഉണ്ടായിരുന്നു. അപ്പോൾ മന്ത്രി ആയിരിക്കുമ്പോൾ എൻ്റെ പ്രാർത്ഥനയാണ് ചീത്തപ്പേരുണ്ടാക്കി ഇറങ്ങി വരുന്നത് എൻ്റെ പ്രാർത്ഥന. ദൈവാനുഗ്രഹം കൊണ്ട് അങ്ങനെ പോയി എന്ന് കേൾക്കുന്നത് എനിക്ക് സന്തോഷമുണ്ട്. ഇപ്പോൾ ഒരു 80-81 കാലഘട്ടത്തിലൊക്കെ യുവാക്കളുടെ ഇടയിൽ ഡൊമിനിക് പ്രസന്റേഷൻ വലിയൊരു ഹരമായിരുന്നു. അവർക്ക് യുവാക്കൾ ഇഷ്ടപ്പെടുന്ന ഒരു നേതാവായിരുന്നു. അവിടെ നിന്ന് ഇങ്ങോട്ട് കടന്നു വന്നു. പാർട്ടിയിലും മന്ത്രിയായി MLA ആയി ഇതൊക്കെ ശരിയാണ്. എങ്കിൽ പോലും പാർട്ടിയിൽ കുറച്ചുകൂടി ഇത്രയും വർഷത്തെ ആ ഒരു രാഷ്ട്രീയ പാരമ്പര്യമുള്ള വ്യക്തി എന്ന നിലയിൽ പാർട്ടിയിലെ കുറച്ചുകൂടി ഭേദപ്പെട്ട സ്ഥാനമാനങ്ങൾ നമുക്ക് ലഭിക്കേണ്ട ഒരു അർഹതയുണ്ടായിരുന്നില്ലേ? തീർച്ചയായിട്ടും അത് പലപ്പോഴും പല കാരണങ്ങൾ കൊണ്ടാണ് അത് മാറ്റപ്പെടുന്നത്. പിന്നെ ഞാനൊരിക്കലും ഈ ബഹളം ഉണ്ടാക്കി ഇടിച്ച് അങ്ങനെ പോകുന്ന ടൈപ്പല്ല. അതുകൊണ്ട് കാര്യം അപ്പോൾ തന്നെ വിളിച്ച് പറയും. അപ്പോൾ 2009 പാർലമെൻറ്റ് ഇലക്ഷൻ വന്നപ്പോഴേക്കും എന്നോട് ഞങ്ങളുടെ സമുദായവുമായി ബന്ധപ്പെട്ട് വന്ന് പറഞ്ഞു നമുക്കൊന്ന് ഇടിച്ചാലേ. ഞാൻ പറഞ്ഞു ഇടിക്കേണ്ട കാര്യമില്ല, വരണ്ടൊക്കെ വരും. ടൂർ പ്ലാനിംഗ് മുതൽ തിരിച്ചെത്തുന്നത് വരെ ഒരു പ്രൊഫഷണൽ ടൂർ എക്സിക്യൂട്ടീവിന്റെ സേവനം നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു. റോയൽ കേരള ഹോളിഡേയ്സ്, കൊച്ചിൻ ആൻഡ് പുനലൂർ. സ്വാഭാവികമായിട്ടും ഞാൻ പറഞ്ഞു ഞാൻ ഇത്രയൊക്കെ ആയില്ലേ. അപ്പോൾ രാഷ്ട്രീയത്തിൽ നമ്മൾ ചില മൂല്യങ്ങളൊക്കെ കാത്തു സൂക്ഷിക്കണം. പിന്നെ ആഗ്രഹമാകാം, അത്യാഗ്രഹമായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഫിലോസഫി. അതാണ്. മാത്രമല്ല ഈ അദ്ദേഹം ചോദിച്ചമാര് എനിക്ക് കുറേ കൂടെ പാർട്ടിയിൽ അംഗീകാരം കിട്ടേണ്ടതായിരുന്നു. പക്ഷെ അത് പല കാരണങ്ങളുണ്ടാവാമായിരുന്നു കിട്ടാത്തതിൽ. അല്ല എനിക്കതിൽ ദുഃഖമൊന്നുമില്ല. മാക്സിയോട് മത്സരിച്ച് പരാജയപ്പെട്ടപ്പോൾ പള്ളുരുത്തിക്കാരുടെ എന്താ തോന്നിയൊരു വികാരം? പള്ളുരുത്തി ജനത
എപ്പോഴും ശ്രീ ഡൊമിനിക് പ്രസൻറ്റേഷൻ്റെ ഒപ്പം സഞ്ചരിച്ച ഒരു ജനതയാണ് പള്ളിയെടുത്ത്. പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളികളൊക്കെ വരുന്ന ആ കൊച്ചി മേഖലയിലെ ജനങ്ങൾ, അവരോട് എന്ത് തോന്നി മാനസികമായിട്ട്? ആക്ച്വലി ഈ പഴയ പള്ളുരുത്തി അല്ലല്ലോ പുതിയ കൊച്ചി. പുതിയ കൊച്ചി കോൺസ്റ്റിറ്റ്യൂൻസി എന്ന് പറയുന്നത് പഴയ മട്ടാഞ്ചേരിയും പള്ളുരുത്തി കോർപ്പറേഷൻ്റെ ഒരു 4-5 ഡിവിഷനും പിന്നീട് വരുന്ന ചെല്ലാനം കുമ്പളങ്ങിയാണ്. ഞാൻ 1068 വോട്ടാണ് തോക്കുന്നത്. ആ തോറ്റപ്പോഴും ഞാൻ കുമ്പളങ്ങി ചെല്ലാൻ ആ ബെൽറ്റ് മുഴുവൻ ലീഡ് ചെയ്തു. എനിക്ക് ക്ഷീണം പറ്റിയ ബെൽറ്റെന്ന് വെച്ചാൽ മട്ടാഞ്ചേരിയിലെ ബെൽറ്റാണ്. അത് പ്രത്യേക വിഭാഗത്തിൽ ആവശ്യമില്ലാത്ത ആരോപണം മുഴുവൻ കൊണ്ടുവന്ന് പിന്നെ അതിൽ പ്രധാനമായിട്ടും ഒരു റിബലിലൊക്കെ നിർത്തിയല്ലോ. റിബൽ 7000 വോട്ട് പിടിച്ചു. അതുകൊണ്ടാണ് കാരണങ്ങൾ. ഈ തോൽവിയൊക്കെ എനിക്ക് പേഴ്സണലാണ്, പക്ഷെ പാർട്ടി കയറ്റി കഴിഞ്ഞാൽ തിരിച്ചു കിട്ടാൻ പാടാണ്. ഇപ്പോൾ അനുഭവിക്കുന്നു. 2 പ്രാവശ്യമായിട്ട് നഷ്ടപ്പെട്ടവിടെ തിരിച്ചു പിടിക്കാൻ വലിയ പാടാണ്. തിരിച്ചു പിടിക്കാൻ ബുദ്ധിമുട്ടായിട്ട് ഒന്നാണ് മണ്ഡലം. കോൺഗ്രസിൻ്റെ ഒരു കുത്തക മണ്ഡലമായി. തീർച്ചയായിട്ടും. അതെന്താണ് അവിടെ ഉണ്ടായ ഒരു അടിയൊഴുക്ക്? അടിയൊഴുക്ക് ഞാൻ പറഞ്ഞില്ല. അന്നുള്ളതെന്ന് വെച്ചാൽ ഞാൻ വിശ്വാസിയാണ്. എല്ലാ ദിവസവും പള്ളിയിൽ പോവും. മതന്മാർ നല്ല ബന്ധമുണ്ട്. പക്ഷെ ഞാൻ ആവശ്യമില്ലാതെ പോയി ഇങ്ങനെ നിൽക്കാറില്ല. അപ്പോൾ അങ്ങനെ അവിടെ ചില ഇഷ്യൂസൊക്കെ വന്ന് പെട്ടു. ഞാൻ പുറത്ത് പറഞ്ഞിട്ടില്ല, അത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ അതൊക്കെ അടിയൊഴുക്കുണ്ടായിരുന്നു. എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നത്. ആ അടിയൊഴുക്കാണ് ഈ ചെറിയ മാറിലേക്കിടെ എത്തിയത്. അത് എൻ്റെയും ഒരു കാൽക്കുലേഷൻ തെറ്റുപറ്റി, അല്ലെങ്കിൽ ജയിച്ചു പോകാനോ. ചില ബെൽറ്റിൽ ഞാൻ പ്രതീക്ഷിക്കാതെ ചില സംഭവങ്ങൾ 2 ദിവസം മുമ്പുണ്ടായി. ചില ഫോൺ മെസ്സേജ് അതുമൊക്കെ ആയിട്ട് വന്നു. അങ്ങനെ ഒരു 2-3 ബൂത്തിൽ എനിക്ക് കിട്ടേണ്ട വോട്ട് താഴെ പോയി, അല്ലെങ്കിൽ ഞാൻ കഷ്ടി കടന്നുകൂടിയാണ്. ആൾക്കാരെന്നെ ബന്ധപ്പെടാറുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഇലക്ഷൻ ഞാൻ തന്നെ മാറിക്കൊടുത്താണ്. ഞാൻ പറഞ്ഞു ഞാൻ നിൽക്കുന്നു. അങ്ങനെ ടോണി വന്നത്. അപ്പോൾ ഞാൻ അതിനകത്ത് എനിക്ക് അങ്ങനെ ഒരു ഇതൊന്നുമില്ല. ഇനിയും നാളെ മത്സരിക്കാൻ പറഞ്ഞ് ഞാൻ റെഡിയാണ്. പക്ഷെ അത് പാർട്ടി തീരുമാനിക്കേണ്ടതാണ്. ഈ നമ്മുടെ UDFൻ്റെ ജില്ലയുടെ ചെയർമാൻ എന്ന ഒരു വലിയ പദവിയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. എറണാകുളത്ത് ഏത് തിരഞ്ഞെടുപ്പ് വന്നാലും എക്കാലവും കോൺഗ്രസ്സിന് ആധിപത്യം ഉണ്ടാകുകയാണ്. എറണാകുളത്തിൻ്റെ ചരിത്രം തന്നെ അതാണ്. ഇനിയിപ്പോൾ തൊട്ടടുത്ത് വരാൻ പോകുന്നത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പാണ്. അപ്പോൾ ആ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ എങ്ങനെയായിരിക്കും UDFൻ്റെ ഒരു പെർഫോമൻസ് എറണാകുളം ജില്ലയിൽ? ഞങ്ങളൊരു നല്ല പെർഫോമൻസ് പ്രതീക്ഷിക്കാൻ. ഇപ്പോൾ തന്നെ എറണാകുളം ജില്ലയിൽ 4 ബൈ ഇലക്ഷൻ വന്നു. വാർഡിൽ 3 കോൺഗ്രസ്, 2 സിറ്റിംഗ്സ് LDF പിടിച്ചെടുത്താണ്. നല്ല പാർട്ടി സെറ്റപ്പ് ഉണ്ട്. ഗ്രൂപ്പൊക്കെ ഉണ്ടെങ്കിലും ഒരു വർക്കിംഗ് അറേഞ്ച്മെൻ്റുള്ള ജില്ലയാണ് എറണാകുളം ജില്ല. പരസ്പരം ആക്സെപ്റ്റ് ചെയ്യും. ഒരു ടീം വർക്കുണ്ട്. മാത്രമല്ല ഇപ്പോൾ ഞങ്ങളുടെ ഒരു ലൈൻ, ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് 2 ടേമായി ഞങ്ങളുടെ കൈവശമാണ്. നഷ്ടപ്പെട്ട നഗരസഭയാണ്, അത് തിരിച്ചു പിടിക്കണം. അപ്പോൾ അതിനുള്ള വർക്കുകൾ ആരംഭിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ വിശ്വാസം ഇപ്പോൾ തന്നെ 8 മുനിസിപ്പാലിറ്റി കോൺഗ്രസിൻ്റെ കയ്യിലാണ്. അടുത്ത പ്രാവശ്യം അത് വീണ്ടും എണ്ണം കൂട്ടാൻ കഴിയും. അതിൽ പഞ്ചായത്തുകൾ ഇപ്പോൾ 43 UDFൻ്റെ കയ്യിലുണ്ട്. ഒരു 50-60 ജയിക്കാവുന്നതാണ്. അപ്പോൾ അതിനുള്ള വർക്കുകൾ ആരംഭിച്ചു കഴിഞ്ഞു. അതിൻ്റെ സെറ്റപ്പ് ഇപ്പോൾ ഈ മഹാത്മാഗാന്ധി കോൺഗ്രസ് പ്രസിഡൻ്റായിരുന്നു 100 വർഷം തികഞ്ഞല്ലോ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഞങ്ങളെല്ലാ വാർഡുകളിലും ഡിവിഷനിലും ക്യാമ്പാണ്. ഇപ്പോൾ ഇന്നലെ മട്ടാഞ്ചേരി 3 ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ പാർട്ടി ഉണ്ടാക്കും. മാത്രമല്ല ഘടകകക്ഷിയോട് നല്ല റിലേഷൻ ഉണ്ട്. ഈ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പ് 2-3 സീറ്റ് നമുക്ക് നഷ്ടപ്പെട്ടു. ഒന്ന് കുന്നത്തുനാട്, പെരുമ്പാവൂർ സീറ്റ് നഷ്ടപ്പെട്ടു, കോതമംഗലം നമുക്ക് നഷ്ടപ്പെട്ടു. അതിൽ ഈ കുന്നത്തുനാടൊക്കെ നമുക്ക് ലഭിക്കേണ്ട സീറ്റ് ആയിരുന്നില്ലേ? എന്താ അവിടുത്തെ ഉണ്ടായൊരു അടിയൊഴുക്ക്? അവിടെ പ്രശ്നം പറ്റിയെന്ന് വെച്ചാൽ 120 വോട്ട് പിടിച്ചു. പക്ഷെ ഇത്തവണ പാർലമെൻറ്റിൽ അവർ വോട്ട് പിടിച്ചിട്ടും ബെന്നി 5000 വോട്ട് ലീഡ് ചെയ്തവിടെ. അന്ന് ഇലക്ഷൻ എനിക്ക് പറ്റിയത് വാഴക്കുളം പഞ്ചായത്തുണ്ട്, THM ജനറൽ സ്ഥലമാണ്. അവിടെ സാധാരണ 4000-5000 വോട്ട് കണ്ണുമ്പോൾ ലീഡ് ചെയ്യും. അവിടെ വോട്ട് താഴെ പോയി. അതാണ് ആ 2000 വോട്ടിൽ വന്ന് തോൽവി നിന്നത്. പിന്നെ സ്വാഭാവികമായിട്ടും കഴിഞ്ഞ ഇലക്ഷനിൽ വലിയ ശല്യം ഉണ്ടാക്കി ഈ ടെൻറ്റിൻ്റെ. ഇത്തവണ ശല്യം ഉണ്ടാക്കാൻ നടക്കും. അതിലടുത്ത് പഴയ ഗ്ലാമറൊന്നും ഇല്ല. എന്നാലും അവിടെയൊക്കെ പോയിട്ട് ഓഫീസ് ഉണ്ടാക്കുന്നു, ശല്യം ഉണ്ടാക്കുന്നു. അരാഷ്ട്രീയവാദം ഇപ്പോഴും ഉണ്ട്, പ്രത്യേകിച്ച് നമ്മുടെ ചെറുപ്പക്കാരുടെ ഇടയിൽ. അത് വലിയ പ്രശ്നം. അത് മുതലെടുക്കുകയാണ് അവർ. അപ്പോൾ അതിൻ്റെ അർത്ഥം ചെറുപ്പക്കാർ ആലോചിക്കുന്നില്ല. ഈ രാഷ്ട്രീയവാദം തന്നെ വേറെ രാഷ്ട്രീയമാണത്. പക്ഷെ അത് എൻ്റെ വിശ്വാസം അടുത്ത ഇലക്ഷൻ ശരിക്കും UDF ആഞ്ഞു പിടിച്ചാൽ 14 സീറ്റും ജയിക്കാവുന്ന കണ്ടീഷനിലാണ്. കോതമംഗലം കോൺഗ്രസ് സീറ്റാണ്. അത് ഇപ്പോൾ UDFൻ്റെ കയ്യിലാണ്. കേരള കോൺഗ്രസ് മത്സരിക്കുന്നത്. പിന്നെ 3 സീറ്റ് നഷ്ടപ്പെട്ടത്, ഒന്ന് പള്ളുരുത്തിയും പിന്നെ വൈപ്പിനും പിടിക്കാൻ സീറ്റ് അറിയാമല്ലോ. പെരുമ്പാവൂർ പിന്നെ നമ്മുടെ കിട്ടിയാണ് കുന്നത്താട്. ഈ 4 സീറ്റ് 4 പിടിക്കാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ വിശ്വാസം ഞങ്ങളുടെ ടാർഗറ്റ് അതാണ്. പക്ഷേ ഈ അടുത്ത പ്രാവശ്യം UDF വിദ്യാർത്ഥി തുടർന്നുണ്ടെങ്കിൽ ഒരു 12 സീറ്റെങ്കിലും മിനിമം ജില്ലയിലുണ്ടാവണം. ഞങ്ങളുടെ കണക്കുണ്ട്. ഒരു 80-85 സീറ്റ് ജയിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എറണാകുളം ഞങ്ങൾ കണക്കൂടുന്നത് 12 സീറ്റാണ്. തൃശ്ശൂർ 5-6 സീറ്റ് വേണം. അങ്ങനെ ഒരു കണക്കൂട്ടുമ്പോഴേക്കും ഒരു 80-88 സീറ്റ് വരെ UDFന് കിട്ടാം. അങ്ങനെ കിട്ടണമെന്നുണ്ടെങ്കിൽ അതിൽ മേജർ കോൺട്രിബ്യൂഷൻ ഷുഡ് കം ഫ്രം എറണാകുളം ജില്ല. അപ്പോൾ ഞങ്ങളുടെ കണക്കൂട്ടിൽ അവിടെയാണ്. പക്ഷേ 14 ടാർഗറ്റ് ചെയ്യുക, 12 ജയിക്കുക.
അത് ഞങ്ങളുടെ കണക്കൂട്ടൽ. ഒരു തെരഞ്ഞെടുപ്പിൻ്റെ കേളികൊട്ട് ഉയരുകയാണ്. അതിൻ്റെ ട്രയൽ എന്ന രീതിയിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുന്നു. തൊട്ടടുത്ത് തന്നെ നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരികയാണ്. അതിനിടയ്ക്ക് ചില കോൺഗ്രസ് നേതാക്കൾ ശശി തരൂരിനെ പോലെയുള്ളവർ ചില കമൻറ്റുകൾ ഇങ്ങനെ പറയുമ്പോൾ ആ സാധ്യതകളെ പിന്നോട്ടടിക്കില്ല UDFൻ്റെ. ഈ ശശി തരൂരിൻ്റെ കാര്യത്തിലേ അദ്ദേഹം കോൺഗ്രസ് അസറ്റാണ്, തർക്കമൊന്നുമില്ല കാര്യത്തിൽ. പക്ഷെ അദ്ദേഹത്തിന് ഈ ജനകീയ ബന്ധം കുറവാണ്. പക്ഷേ അത് വളരെ ഹൈലി ഇൻ്റലക്ച്വലാണ്, നല്ല പ്രാസംഗികനാണ്, അയാൾക്കൊരു ഹൈപ്പുള്ള ആളാണ്, എസ്പെഷ്യലി ചെറുപ്പക്കാരുടെ ഇടയിൽ വനിതകളിൽ. അപ്പം കോൺഗ്രസ് എപ്പോഴും നോക്കുന്നത് അദ്ദേഹത്തെ കൂടെ നിർത്താനാണ്. പക്ഷേ എനിഹൗ ഇപ്പോഴത്തെ അദ്ദേഹത്തിൻ്റെ ഒരു 2-3 സ്റ്റേറ്റ്മെൻറ്റ് ഒഴിവാക്കപ്പെടേണ്ടതായിരുന്നു. എനിക്ക് നല്ല അടുപ്പമുള്ള ആളാണ്, ഞാൻ പറയുന്നത് അങ്ങേരുത്. അങ്ങേരും അതിൻ്റെ അകത്ത് അത്ര വാശിയിലൊന്നുമല്ല. പിന്നെ അദ്ദേഹത്തിൻ്റെ ഫീലിംഗ് തോന്നുന്നു ഇപ്പോൾ പാർലമെൻറ്റിൽ പ്രസംഗിക്കാൻ അവസരം കിട്ടാത്തതുകൊണ്ട് അങ്ങനെയൊക്കെ വല്ല ആകാം. പക്ഷേ അദ്ദേഹത്തെ കൂടെ നിർത്തി കൊണ്ടുപോകണം. ആ ഒരു ആറ്റിറ്റ്യൂഡ് എനിക്കുള്ളൂ. അല്ല അദ്ദേഹത്തെ അറ്റാക്ക് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. പക്ഷേ അങ്ങനെ ഫുൾ ടൈം രാഷ്ട്രീയക്കാരനല്ലല്ലോ. അത് ആ ഒരു പരിഗണന നമ്മൾ കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ കൂടെ നിർത്തണമെന്ന് എൻ്റെ അഭിപ്രായം. നമ്മുടെ അങ്ങ് AK ആൻ്റണിയുടെ വളരെ വിശ്വസനാണ്. AK ആൻ്റണിയുടെ ആദർശങ്ങളെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് ഇന്നും അത് തന്നെ. അദ്ദേഹത്തിൻ്റെ മകൻ അനിൽ ആൻ്റണി ഒരിക്കലും കോൺഗ്രസിനെ സംബന്ധിച്ച് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഭാരതീയ ജനതാ പാർട്ടിയുടെ ആ ലൈനിലേക്ക് മാറിയപ്പോൾ എന്ത് തോന്നി ഞങ്ങൾക്ക്? വലിയ വിഷമം തോന്നി. പ്രത്യേകിച്ച് എനിക്ക് ആൻ്റണിയുടെ മാനസികാവസ്ഥ എൻ്റെ മനസ്സിൽ വന്നത്. പക്ഷെ അദ്ദേഹം വല്ലാതെ ദുഃഖിതരായിരുന്നു. ഞാൻ കഴിഞ്ഞ ആഴ്ച അദ്ദേഹത്തെ കൊണ്ട് 2 മണിക്ക് സംസാരിച്ചു. അപ്പം ഇതിലേക്ക് പോയില്ല. പക്ഷെ പുള്ളി വളരെ അലേർട്ടാണ്. പുള്ളിക്ക് നടക്കാനുള്ള ബുദ്ധിമുട്ടാണ്. പക്ഷേ പുള്ളിയുടെ ബ്രെയിൻ ഈസ് വളരെ അലേർട്ടാണ്. പുള്ളി കേരളത്തിലെ ഇന്ത്യയിലെ ഓരോ രാഷ്ട്രീയ സാഹചര്യം ഇപ്പോഴും വളരെ കൃത്യമായി അനാലിസ് ചെയ്യുന്ന ആളാണ്. എന്തുകൊണ്ടാണ് പുള്ളി എനിക്ക് തോന്നുന്നു അയാളുടെ ഒരു ഈ അനിൽ ആൻ്റണിയുടെ ധാരണ അച്ഛൻ എന്നെ കാര്യമായി സഹായിച്ചില്ല എന്നുള്ളത് ശരിയാണ്. ആന്റണി അങ്ങനെ സഹായിക്കുന്ന ആളല്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും അയാളെ നോക്കുമ്പോഴേക്കും മറ്റെല്ലാവരും കയറി പോകുന്നു, ഇയാൾക്ക് മാത്രം ഭാര്യ പോലും ഉദ്യോഗത്തിലിരുന്നപ്പോൾ ഒരു പ്രൊമോഷൻ സഹായിക്കാത്ത ആളാണ്. അതെ. അപ്പോൾ അതുകൊണ്ട് അത് ആ ഒരു ആയിരിക്കും. പിന്നെ എനിക്ക് തോന്നുന്നു അതിനകത്ത് വേറെ കാര്യമുണ്ട്. ഈ ഞാൻ തുറന്നു ഞങ്ങളുടെ ഈ പാർട്ടിക്കകത്ത് ഒരു പുതിയ സെറ്റപ്പ് വന്നിട്ടുണ്ട്. ഈ എന്താ പറയുക, നമ്മുടെ സൈബർ, അത് വലിയ ശല്യം ഉണ്ടാകും, അപകടം ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഈ നമ്മുടെ സൈബറൊക്കെ വേണം നമുക്ക്. ഇപ്പോൾ സൈബറിൻ്റെ നേതാവാണ് കൂടുതൽ പാലക്കാട്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ കോൺഗ്രസ് സൈബർ നല്ലതാണ്, പക്ഷെ അത് നിയന്ത്രിച്ച് നിർത്തണം. ഇല്ലെങ്കിൽ അതിൽ ബുദ്ധിമുട്ട്. പലരും പല അഭിപ്രായം പറയില്ലേ, സൈബർ വിഭാഗം കൺട്രോൾ ഇല്ലാതെ പോകുന്നു. ഒരഭിപ്രായം പറയുമ്പോൾ പിന്നെ നേരെ അവനങ്ങാട്ട് അവൻ്റെ മേൽ സുനാമി അടിക്കുക. സ്വാഭാവികമായിട്ട് ചിലർ പിടിച്ചു നിൽക്കില്ല. ഈ ശശി തരൂരിൻ്റെ കാര്യത്തിൽ പോലും ഞങ്ങൾ എൻ്റെ പേടി തരുന്നു. അപ്പോൾ അദ്ദേഹം അഭിപ്രായം പറഞ്ഞു, ലീഡർഷിപ്പിന് അത് കറക്റ്റ് ചെയ്യിക്കാം, വിളിച്ച് സംസാരിക്കാം. അതിന് പകരം നേരെ കയറി സൈബർ കയറിയിട്ട് അദ്ദേഹത്തെ അറ്റാക്ക് എടുത്തപ്പോഴേക്കും അത് ടൂ മച്ചാണ്. അതുപോലെയല്ലേ പത്മജ, ശ്രീ K കരുണാകരൻ്റെ മകളും ആ പാത സ്വീകരിച്ചിരിക്കുന്നു. ഈ മുരളിക്ക് പോലെ അഭിപ്രായം ഉണ്ടായിരുന്നത് പത്മജ രാഷ്ട്രീയത്തിൽ വരരുതെന്നായിരുന്നു. പക്ഷെ വന്നുപോയി. ഇലക്ഷനൊന്നും പത്മജയ്ക്ക് ഒത്തിരി ചാൻസ് കോൺഗ്രസ് കൊടുത്തതല്ലേ. 2 പ്രാവശ്യം അസംബ്ലിക്ക് കൊടുത്തു, പാർലമെൻറ്റിൽ കൊടുത്തു, KPCC വൈസ് പ്രസിഡൻ്റായിരുന്നു. എന്തുകൊണ്ടാണ് ഇവരൊക്കെ ചിന്തിക്കുന്നത് എനിക്ക് പലപ്പോഴും മനസ്സിലാവുന്നില്ല. എന്നറിയാം, അവരൊക്കെ വരുന്നത് ഇപ്പം ഞാൻ കെയർ ഓഫ് വന്ന് കയറി എൻ്റെ ഫാദറിൻ്റെ കെയർ ഓഫിലല്ല, ഞാൻ വർക്ക് ചെയ്ത് കയറിയാണ്. പക്ഷേ ഇവരൊക്കെ വന്ന് പെട്ടത് ഇവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എന്നാണ്. അപ്പോൾ അവരാലോചിക്കണ്ടേ. അല്ലാതെ ഇവരൊന്നും അങ്ങനെ താഴെ KS യൂത്ത് കോൺഗ്രസ് വർക്ക് ചെയ്യുമെന്നല്ലല്ലോ. അവർക്ക് അവരുടേതായ ചില ബാക്ക്ഗ്രൗണ്ടിൽ വന്ന് അങ്ങനെ ആയതാണ്. അപ്പോൾ അവർ ചിന്തിക്കണ്ടേ അവർ. അതിന് പകരം ഇലക്ഷൻ എല്ലാം ജയിക്കില്ല, ഇലക്ഷൻ തോറ്റ് കഴിഞ്ഞാൽ അവിടെ തന്നെ അതിനെ കുറ്റം പറയുക, അല്ലെ പാർട്ടി വിട്ട് പോവുക. അത് പത്മജ കാണിച്ച അബദ്ധം തന്നെ എൻ്റെ ഫീലിംഗ്. ഇപ്പോൾ പത്മജയും അന്ന് കുറച്ച് ആരോപണങ്ങൾ ഇങ്ങനെ സ്ത്രീ എന്ന രീതിയിൽ എനിക്ക് പരിഗണന കിട്ടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പത്മജ അന്ന് ആവലാതിപ്പെട്ടത്. പക്ഷേ ഇപ്പോൾ വേറൊരു ഇൻസിഡൻറ്റ് ഉണ്ടായിരിക്കുന്നു. സിമി റോസ്ബെൽ ജോണിനെ പാർട്ടി തന്നെ പുറത്താക്കിയിരിക്കുന്നു. ഈ സിമിയുടെ കാര്യത്തിൽ സിമിയുടെ വളരെ പ്രാവശ്യം പറഞ്ഞതാണ് വെച്ചാൽ സിമിക്ക് ഒത്തിരി അംഗീകാരം കൊടുത്ത പാർട്ടിയാണ്. ആരും അറിയാത്ത സമയത്ത് 1989-90 ജില്ലാ കൗൺസിൽ ഇലക്ഷൻ സിറ്റിക്കാർ സീറ്റ് കൊടുത്തു, ജയിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ കോർപ്പറേഷൻ സീറ്റ് കൊടുത്തു, അതിന് പരാജയപ്പെട്ടു. പിന്നെ അസംബ്ലി സീറ്റ് കൊടുത്തു, അതിന് പരാജയപ്പെട്ടു. ലാസ്റ്റ് ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൽ 2011 കാലത്ത് PSCയുടെ മെമ്പർഷിപ്പിൻ്റെ കാര്യം വന്നു. അപ്പോൾ അന്ന് ഒരു വനിതയ്ക്ക് കൊടുക്കണം. അങ്ങനെ ഉമ്മൻചാണ്ടി ഈ പ്രപ്പോസൽ വെച്ചപ്പോഴേക്കും സഭ തന്നെ ആദ്യം അനുകൂലമായിരുന്നില്ല. ഓർക്കൂടും. അവർ പറഞ്ഞു ഞങ്ങൾക്ക് വേറെ ആളുണ്ടെന്ന് പറഞ്ഞു. അവസാനം ഞാൻ കൂടെ പോയി സംസാരിച്ചാണ് അവർ എഗ്രി ചെയ്ത് സഭയുടെ കൂടെ ഒരു പങ്കൊക്കെ അറിയാമല്ലോ. അപ്പോൾ എല്ലാ സമൂഹങ്ങളും വേണ്ടേ. അപ്പോൾ ആ ഒരു സമൂഹത്തിൻ്റെ പ്രതിനിധിയായിട്ട് കൂടെ അവർ വന്നതാണ്. 6 കൊല്ലം അവിടെ ഇരുന്നില്ലേ. ഇപ്പോൾ എത്ര പെൻഷൻ കിട്ടുന്നുണ്ട്? ആരോപണം ഉന്നയിച്ചിരിക്കുന്നു. എന്താണ്? PD സതീശനൊക്കെ എതിരായിട്ട്
അതിൽ അർത്ഥമൊന്നുമില്ല അതിൻ്റെ അത് ഒരിക്കലും സിമ്മി അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണ്. ഓക്കെ, എന്തായാലും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളം UDF ഭരിക്കും, ഉറപ്പാണ്? അങ്ങനെയാണ് ഞങ്ങളുടെ വിശ്വാസം. ആ വിശ്വാസം എന്താ പറയുക, കർത്താവ് പറഞ്ഞിട്ടുണ്ടല്ലോ, നിൻ്റെ വിശ്വാസം രക്ഷിക്കട്ടെ. ആ വിശ്വാസം ഞങ്ങൾ രക്ഷിക്കും എന്നാണ് ഞങ്ങളുടെ. ജനങ്ങൾ മടുത്തിരിക്കുകയാണ് ഈ കിടന്നുള്ള ഈ ഓപ്പറ അല്ലാതെ ഒരു ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നില്ലല്ലോ. ഇപ്പോൾ തന്നെ ആശാ വർക്കേഴ്സ് സമരം പറയും, 80% ആശാ വർക്കേഴ്സും LDF ബന്ധമുള്ളവരല്ലേ. ആയി കൊടുക്കുന്ന 7000 രൂപയാണ്. അതൊന്ന് കുറച്ച് കൂട്ടി കൊടുത്തിട്ടേ. പലപ്പോഴും UDFന്റെ സാധ്യതകൾ UDF തന്നെയാണ്, കോൺഗ്രസ്സുകാർ തന്നെയാണ് അതിനെ ഇല്ലാണ്ടാക്കുന്ന ഒരു ജനങ്ങളാ പറയുന്നത്. ഇപ്പോൾ കാണുമ്പോൾ പറയേ സാറേ കുഴപ്പമുണ്ടാക്കില്ല എന്നറിയാം. അവർ മടുത്തിരിക്കുകയാണ്. ദേ ആർ റെഡി ടു സപ്പോർട്ട് UDF. അപ്പോൾ അവരുടെ ആഗ്രഹം തർക്കങ്ങളില്ലാതെ UDF നല്ല ഭൂരിപക്ഷം വരണം തന്നെയാണ്. വാർത്തകൾക്ക് വേണ്ടി വാർത്ത ഉണ്ടാക്കുന്നതിൻ്റെതായ അധികം കുഴപ്പമുണ്ട്. പക്ഷെ അതിൻ്റെ അർത്ഥം കോൺഗ്രസിൻ്റെ അകത്ത് അഭിപ്രായം 100% ഐക്യമുണ്ടെന്നല്ല. മറിച്ച് അഭിപ്രായമൊക്കെ വ്യത്യാസം ഉണ്ടാകും. പക്ഷെ അതൊക്കെ തീർക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, അവിടുത്തെ പ്രാവശ്യം എന്തായാലും സീറ്റ് മത്സരിക്കാനും തയ്യാറാണ്. ഇത്തിരി കുടുംബകാര്യം പറയാമോ? ഫാമിലി പിന്നെ ഞാൻ പറഞ്ഞല്ലോ, വൈഫ് ഡോക്ടറായിരുന്നു. പക്ഷേ ഇപ്പോൾ പ്രാക്ടീസ് നടത്തി. ഈ കോവിഡ് കഴിഞ്ഞ 34 കൊല്ലം നമ്മുടെ ലക്ഷ്മി ഹോസ്പിറ്റലിൽ ഡോക്ടറായിരുന്നു. ഒരു മോളേ ഉള്ളൂ. അവൾ എഞ്ചിനീയറാണ്. അവൾ 2013 മാരേജ് കഴിഞ്ഞു. 2014 അവൾ പഠിക്കാനായിട്ട് ന്യൂസിലൻഡിൽ പോയി. അവൻ എഞ്ചിനീയർ സെറ്റിൽഡായി. 2 കുട്ടികളുണ്ട്. അവരവിടെ സെറ്റിൽഡാണ്. ഞാൻ 2 പ്രാവശ്യം വരെ കാണാൻ പോയിരുന്നു. എല്ലാ ദിവസവും മൊബൈലിൽ കാണാൻ. ഇപ്പോൾ ഈ വർഷം വരുമെന്ന് പറയുന്നു. അതൊരു പൊതുവായ കേരള ട്രെൻഡാണ്. അത് മിക്കവാറും നമ്മുടെ യങ്ങർ ജനറേഷൻ മുഴുവൻ പുറത്താണ്. അപ്പോൾ ഞാൻ ചോദിക്കുക, അപ്പോൾ അവർ പറഞ്ഞാൽ ഞങ്ങളിവിടെ വരാം. അവളിവിടെ തന്നെ വർക്ക് ചെയ്യുമ്പോഴേ നിന്നിട്ട് കോളേജ് സെലക്ഷൻ കിട്ടി വർക്ക് ചെയ്താണ്. അവൾ പറയുന്നത് തിരിച്ചു വന്നാൽ ഇവിടെ നിങ്ങൾക്ക് എന്തായാലും ഞങ്ങളുടെ പൊസിഷൻ. അവർ വളരെ ഹാപ്പിയാണ്. അപ്പോൾ ഈ പുറത്തേക്ക് പോകുന്ന ചെറുപ്പക്കാർ പോലും തിരിച്ചൊരു ആഗ്രഹിക്കാത്തത് അവർക്ക് അവിടെ കിട്ടുന്ന കംഫർട്ട് ഇവിടെ കിട്ടുന്നില്ല ബോധ്യമാണ്. അത് എൻ്റെ സ്വന്തം അനുഭവത്തിൽ എനിക്ക് ബോധ്യപ്പെട്ടതാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഇടയ്ക്ക് അവർ കാണുക, അല്ലെ ഫോണിൽ കാണുക, ഇടയ്ക്ക് വന്നു പോവുക. ഹാപ്പി. എന്തായാലും 10 രാഷ്ട്രീയ പാർട്ടികൾ കൂടിയ ഒരു മുന്നണിയെ മുന്നോട്ട് നയിച്ചു കൊണ്ടുവന്നൊരു നയതന്ത്രം അത് ഇത്തിരി പണി തന്നെയാണ്. എനിക്കറിയാം, ഞാനും എന്നത്തെ ഒരു ഭാഗത്ത് പാർട്ടായി അത് വളരെ സമർത്ഥമായിട്ട് അത് പിണക്കമില്ലാതെ നേരത്തെ പറഞ്ഞ പോലെ ചേർത്ത് പിടിച്ച് കൊണ്ടുപോകാൻ കഴിയുള്ള ഒരു ഡൊമിനിക് പ്രസന്റേഷൻ. അടുത്ത തെരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിൽ ബഹുഭൂരിപക്ഷത്തിൽ വരുമെന്ന് വിശ്വസിക്കുന്നു. അതിൻ്റെ ഭാഗമായി ഞാനും ഉണ്ടാകും എന്ന് മനസ്സിലൊരു ആഗ്രഹവും ഒരു വിശ്വാസമുണ്ട്. എന്തായാലും ആ നിലയിലേക്ക് ഉയർന്നു വരട്ടെ. ഞങ്ങളുടെ സ്വന്തം എറണാകുളത്തിൻ്റെ ഡൊമിനിക് ഏട്ടൻ എക്കാലവും ഒരു ജനകീയനായിട്ട് തന്നെ നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും സമയം നീക്കിവെച്ചതിന് നന്ദി. നമസ്കാരം. കസ്റ്റമേഴ്സിന്റെ അഭിരുചിക്ക് അനുസരിച്ചുള്ള ഹോട്ടലുകൾ, വെഹിക്കിൾസ്, ഇന്ത്യയിലും വിദേശത്തും തിരഞ്ഞെടുക്കാനായി ഒട്ടനവധി ടൂർ പ്ലാനുകൾ, മികച്ച സേവനത്തോടൊപ്പം മിതമായ നിരക്കും ഉറപ്പു നൽകിക്കൊണ്ട് റോയൽ കേരള ഹോളിഡേയ്സ് നിങ്ങൾക്കരികിലുണ്ട്. ടൂർ പ്ലാനിംഗ് മുതൽ തിരിച്ചെത്തുന്നതുവരെ ഒരു പ്രൊഫഷണൽ ടൂർ എക്സിക്യൂട്ടീവിന്റെ സേവനം നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക റോയൽ കേരള ഹോളിഡേയ്സ്, കൊച്ചിൻ ആൻഡ് പുനലൂർ. ഫോൺ നമ്പർ 9074498578.